ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയ്യർ റിച്ചാർഡ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേർഡ്സിന് 4 ടൈപ്സ് ഓഫ് മീനിങ്ങും നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ഫസ്റ്റ് വൺ 4 ടൈപ്സ് ഓഫ് മീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊരു വേർഡിനാണെങ്കിലും നമുക്കതിൽ 4 ടൈപ്സ് ഓഫ് മീനിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ? സെൻസ് എന്ന് പറഞ്ഞു. സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പറയുന്നത് അതാണ് സെൻസ്. ഇനി റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് എന്ത്? ഫീലിംഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ദെൻ മൂന്നാമതായിട്ട് എന്താ പറഞ്ഞത്? ടോൺ പറഞ്ഞു. ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റർക്ക് റീഡേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞു. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശം, പർപ്പസ് ആണെന്നും പറഞ്ഞു. അടുത്തത് അയ്യർ റിച്ചാർഡ്സിൻ്റെ സയൻറ്റിഫിക് ആൻഡ് ഇമോട്ടീവ് യൂസസ് ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഭാഷയുടെ ശാസ്ത്രീയപരമായിട്ടും അതേപോലെ തന്നെ ഇമോട്ടീവ് എന്ന് പറയുന്നത് എന്താ? ഇമോഷൻ അല്ലേ? ഇമോഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ഭാഷേനെ ഉപയോഗിക്കാമെന്നാണ് അയ്യർ റിച്ചാർഡ്സ് പറയുന്നത്. നോക്കാം. ഇൻ ഹിസ് എസ്സേ 2 uses of language in principles of literary criticism. സോ അയ്യർ റിച്ചാർഡ്സിൻ്റെ 2 വർക്കുകളാണ് 2 uses of language. Then in principles of literary criticism, Richards posits the concept of referential and emotive uses of language. റിച്ചാർഡ്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭാഷയുടെ റെഫറൻഷ്യലും അതോടൊപ്പം തന്നെ ഇമോട്ടീവായിട്ടുള്ള യൂസസിനെ. ഇമോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷനുമായി ബന്ധപ്പെട്ട യൂസസിനെ. ഹി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ഓഫ് പോയട്രി ആൻഡ് ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ്. നമുക്കറിയാം കവികൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല ആരുപയോഗിക്കുന്നത്? ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അയ്യർ റിച്ചാർഡ്സ് പോയട്രിയുടെ ഭാഷയും സയൻറ്റിസ്റ്റിൻ്റെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലാംഗ്വേജ് വെൻ യൂസ്ഡ് ഇൻ സയൻസ്, ഇനി ഭാഷ സയൻസിൽ ഉപയോഗിക്കുമ്പോൾ റിലേസ് ഓൺ എക്സ്റ്റേണൽ റെഫറൻസസ് ദാറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ് ബൈ റിസീവിങ് മൈൻഡ്. അതിൽ ഓൾറെഡി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് വാല്യൂയും കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പം നമ്മുടെ മനസ്സിന് ഈ വാല്യൂ ഇത്രയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അത് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇല്ല, അത് ഫാക്റ്റാണ്. സോ ആ റെഫറൻഷ്യൽ വാല്യൂ അങ്ങനെ തന്നെ നിൽക്കും. ദ എക്സ്റ്റേണൽ റിയാലിറ്റി ദസ് എക്സ്പ്രസ് കനോട്ട് ബി ഓൾട്ടേർഡ്. നമുക്കൊരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ മനസ്സിനനുസരിച്ച് ഇങ്ങനെയാവണം എന്ന് വിചാരിച്ച് വ്യാഖ്യാനിക്കാനോ ഓൾട്ടർ ചെയ്യാനോ മാറ്റാനോ സാധിക്കില്ല. ശരിയല്ലേ? The referential or scientific language lies on literal sense of the world which is fixed and delimited. അതൊരു ഫിക്സഡ് ആയിട്ടുള്ളതാണ്. അത് നമുക്ക് ഒരു രീതിയിലും മാറ്റാനായിട്ട് പറ്റില്ല. This literal and cognitive language leaves not much room for innovation or imagination. ഇപ്പോൾ E=mc², സയൻസിലൊരു ഇക്വേഷനാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മുടെ അനുസരിച്ച് നമ്മുടെ ഫീലിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിനെ മാറ്റി മറിക്കാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു രീതിയിലുള്ള എന്ത് തന്നെയാണ്? mc² തന്നെയാണ്. അതിനൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടോ പുതിയതായിട്ട് നമ്മുടെ സങ്കല്പിച്ച് ഇമാജിനേഷൻ കൊണ്ടുവന്നിട്ടോ സിൻഡ്രല്ല കഥ പോലെ മാറ്റാനൊന്നും അത് സാധിക്കില്ല. ഇനി ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ്, പക്ഷെ ഭാഷേനെ വികാരപരമായി ഇമോട്ടീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ വേർഡ്സ് ഇവോക്ക് ഇമോഷൻസ് ഓർ ആറ്റിറ്റ്യൂഡ്സ്. ഓരോ വാക്കിനും സാഹിത്യപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ വാക്കിനും അതിൻ്റേതായ രീതിയിലുള്ള ഇമോഷൻസും ആറ്റിറ്റ്യൂഡും ഉണ്ട്. ആ ഒരു സാഹിത്യ സൃഷ്ടി വാങ്ങിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇമോഷനോ എൻ്റെ ആറ്റിറ്റ്യൂഡോ ആയിരിക്കില്ല വേറൊരു ആൾക്ക് കിട്ടുന്നത്. റിയാലിറ്റി ഈസ് എ മാറ്റർ ഓഫ് ഇൻറ്റീരിയർ ഡിസൈൻ. ഉള്ളിൽ നമുക്ക് എന്ത് തോന്നുന്നു എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതാണ് അവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ ബി ഫർദർ വർക്ക്ഡ് ഔട്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഇമാജിനേഷൻ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ക്ലൈമാക്സ് ഒക്കെ ആക്കാം. റിച്ചാർഡ്സൺ സൈറ്റ്സ് എക്സാമ്പിൾ ഓഫ് റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ദ ട്രൂത്ത് ഓർ ലോജിക് ഇൻ ഇമോട്ടീവ് ലാംഗ്വേജ് ഈസ് നത്തിങ് ഓഫൻ ദാൻ ആക്സെപ്റ്റബിലിറ്റി ഓർ പ്രോബബിലിറ്റി. അപ്പോൾ അങ്ങനെ നമുക്ക് സാഹിത്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു മീനിങ് നമ്മളെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളെങ്ങനെ സ്വീകാര്യത, അതാണ് ആക്സെപ്റ്റബിലിറ്റി. അല്ലെങ്കിൽ പ്രോബബിലിറ്റി, നമ്മൾ വിചാരിക്കും അങ്ങനെയായിരിക്കാം, നമ്മുടെ ഒരു സങ്കല്പം അല്ലേ? ഇറ്റ് ഈസ് കൺസേർഡ് വിത്ത് ഇൻവൊക്കേഷൻ ഓഫ് ഇമോഷൻസ്. നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എങ്ങനെ ഉയരുന്നു അതനുസരിച്ചിരിക്കും. ആൻഡ് ഫീലിങ്സ്. റിച്ചാർഡ്സ് റിമാർക്ക് ഇൻ ദിസ് റിഗാർഡ് ഈസ് മച്ച് എക്സ്പ്ലനേറ്ററി. എന്താ ഈ റിച്ചാർഡ്സ് പറഞ്ഞത്? ഇൻ ഇറ്റ്സ് യൂസ് ഓഫ് വേർഡ്സ്
വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പോയട്രി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സയൻസ്. ശരിയാണ്, പോയട്രി ശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വെരി ഡെഫിനിറ്റ് തോട്ട്സ് ഡു ഒക്കർ ബട്ട് നോട്ട് ബിക്കോസ് വേർഡ്സ് ആർ ചൂസൺ ആസ് ലോജിക്കലി ടു ബാർ ഔട്ട് ഓൾ പോസിബിലിറ്റീസ് ബട്ട് വൺ. സയൻസ് എയിംസ് അറ്റ് പ്രിസിഷൻ. സയൻസ് എന്തെപ്പോഴും കൃത്യത, പ്രിസിഷനാണ്. സോ റൂൾസ് ഔട്ട് ഓൾ ദ പോസിബിലിറ്റീസ് എക്സെപ്റ്റ് ദ ലോജിക്കൽ വൺ. But it is not the case in poetry. The emotive language gives the freedom to choose the sense the reader deems possible or required. സോ എന്താണ് ഇവിടെ പറയുന്നത്? സയൻസിൻ്റെ ഉദ്ദേശം എന്താ? പ്രിസിഷനാണ്. അടിയിൽ വരയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യണം, അല്ലേ? സയൻസ് എയിംസ് അറ്റ് പ്രിസിഷൻ ആൻഡ് സോ റൂൾസ് ഔട്ട് ഓൾ ദ പോസിബിലിറ്റീസ് എക്സെപ്റ്റ് ദ ലോജിക്കൽ വൺ. അതിൻ്റെ റൂൾസ് പ്രകാരം നമുക്ക് വേറെ സാധ്യതകളൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ. വേറെ സാധ്യതകളൊന്നും അവിടെ ഇല്ല. ലോജിക്കലായിട്ടുള്ള ഒറ്റ അല്ലെങ്കിൽ ഇമാജിനേഷനോ കാര്യങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ല. ലോജിക്, റീസണിങ്ങിനൊക്കെയാണ് അവിടെ പ്രാധാന്യം. പക്ഷെ പോയട്രിയുടെ കേസ് അങ്ങനെയല്ല. ഇമോട്ടീവ് ലാംഗ്വേജ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ ഫ്രീഡം കിട്ടും. അപ്പോൾ വായനക്കാരന് അവന് ഇഷ്ടമുള്ള രീതിയിൽ അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഭാഷ പോയട്രിയിൽ എങ്ങനെയാണ്, ഭാഷ അതേസമയം സയൻസിൽ എങ്ങനെയാണ്. കാര്യം പോയട്രിയിൽ ഒരുപാട് ഇന്നോവേഷൻസ്, ഇമാജിനേഷൻ ഒക്കെ സ്കോപ്പ് ഉണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റും, ഓൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും നമുക്ക് എന്താണ് സയൻസിൽ പറ്റില്ല. സയൻസിൽ ഇന്നോവേഷനോ ഇമാജിനേഷനോ ഒന്നും തന്നെ ഒരു സ്കോപ്പുമില്ല. അവിടെ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോസിബിലിറ്റീസും പ്രോബബിലിറ്റീസും ഒന്നും അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. ഇനി അടുത്തത് ദ വാല്യൂ ഓഫ് പോയട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യം. പോയട്രിക്ക് എത്ര മൂല്യമുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും, ആശയവിനിമയത്തിനും. I.A. Richard attached great value to art or poetry and explained this in terms of psychology. I.A. Richards എന്താ ചെയ്തത്? ഗ്രേറ്റ് ആർട്ട്, കല, അതുപോലെ തന്നെ പോയട്രി, കലയ്ക്കും അതുപോലെ തന്നെ കവിതയ്ക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കര മൂല്യമുണ്ട്. അത് സൈക്കോളജി, മനഃശാസ്ത്രവുമായിട്ട് അദ്ദേഹം എന്താണ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത്. മനുഷ്യൻ്റെ മനസ്സ്, I.A. റിച്ചാർഡ്സിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഈസ് ആൻ എറീന വേർ ഡൈവേർജൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്റ്റിങ്സ് ആൻഡ് ഡിസയേഴ്സ് പുൾ ഇൻ ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻ കോസിങ് മെൻ്റൽ ടെൻഷൻ. അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റാണല്ലേ. മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ്, സങ്കീർണ്ണമാണ്. ഒരുപാട് രീതിയിലുള്ള ഡൈവേർജൻ്റ് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രേരണകൾ, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ ഒക്കെ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഒക്കെ നമ്മളെ പല രീതിയിലേക്ക് നയിക്കും. ഒരെണ്ണത്തിനോടൊരു ഇഷ്ടം തോന്നുമ്പോൾ മറ്റേത് തോന്നുമ്പോൾ അങ്ങോട്ട് ഇഷ്ടം, അപ്പോൾ അങ്ങോട്ട് വലിക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലെ ടെൻഷന് കാരണമാകും. റിച്ചാർഡ് കോൾസ് ദീസ് ഇൻസ്റ്റിങ്ക്റ്റ് ആസ് ഇമ്പൾസസ്. അങ്ങനെ മനുഷ്യന് തോന്നുന്ന ആഗ്രഹങ്ങൾ, പ്രേരണകൾ, താല്പര്യങ്ങൾ, അതിനൊക്കെ എന്തെന്നാണ് റിച്ചാർഡ്സ് വിളിച്ചത്? ഇമ്പൾസസ് അടിയിൽ വരയ്ക്കുക കേട്ടോ. ഇങ്ങനെയുള്ളതിനെ ഇമ്പൾസസ് എന്ന് വിളിച്ചു. ദീസ് ഇമ്പൾസസ് ഓർ അപ്പൻറ്റീസ്. ഇങ്ങനെയുള്ള ഇമ്പൾസസ്, മറ്റൊരു പേരെന്താ? അപ്പൻറ്റൻറ്റീസ്, ആർ യൂസ് ടു സാറ്റിസ്ഫൈഡ് ഓർ അറ്റൈൻഡ് ഫോർ മൈൻഡ്. മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയാൽ മാത്രമേ അവിടെ നമുക്ക് എന്ത് വരുള്ളൂ? സാറ്റിസ്ഫൈഡ്, ഒരു സംതൃപ്തി വരുള്ളൂ മനസ്സിന്. ടു അച്ചീവ് ആൻ ഇക്വിലിബ്രിയം. അപ്പം എങ്ങനെയാണ് നമ്മുടെ എന്താ ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലിതാവസ്ഥ. നമുക്കൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, അത് കിട്ടണ വരെ നമ്മുടെ മനസ്സ് എന്തായിരിക്കും? ടെൻഷനിലായിരിക്കും. എപ്പോൾ നമുക്കത് കിട്ടുന്നോ അപ്പോൾ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ടെൻഷൻ മാറി എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ നമുക്ക് മാറും. വിച്ച് ഈസ് നോട്ട് പോസിബിൾ ഓർഡിനറി. എപ്പോഴും അങ്ങനെ സാധിക്കുമോ? ഇല്ല. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ മെൻ്റൽ സ്റ്റേറ്റ് എപ്പോഴും എന്താണ്? ടെൻഷനിൽ തന്നെയായിരിക്കും. അത് സാധിച്ചാൽ മാത്രമേ ഇതിലേക്ക് എത്തുള്ളൂ, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുള്ളൂ. ദ വാല്യൂ ഓഫ് പോയട്രി. അവിടെയാണ് കവിതയുടെ മൂല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ട്. ആസ് റിച്ചാർഡ്സ് മൈറ്റ് ഹാവ് മെൻറ്റ്. പക്ഷേ കല അല്ലെങ്കിൽ കവിത എന്തോ ആയിക്കോട്ടെ, ഈസ് ദാറ്റ് ഇറ്റ് എനേബിൾ ദ റീഡർ ടു അച്ചീവ് ദിസ് ഇക്വിലിബ്രിയം. കവിത മനുഷ്യനെ സഹായിക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കവിതയുടെ ഈ ഒരു മൂല്യം അല്ലെങ്കിൽ കലയുടെ മൂല്യം കൊണ്ട് മനുഷ്യനെ ഈ ഒരു ഈക്വിലിബ്രിയത്തിലേക്ക്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ മാറ്റുന്ന രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥയ്ക്ക് കവിത അല്ലെങ്കിൽ കല എത്തിക്കും എന്ന് പറയുന്നത്
or poise of mind more completely than by any other means. എന്നുവെച്ചാൽ അത്രയും കലയ്ക്ക് പവർ ഉണ്ട്, മൂല്യമുണ്ടെന്ന് പറയാം മനുഷ്യൻ്റെ ടെൻഷൻ ഒഴിവാക്കി ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കാൻ. റിച്ചാർഡ് കൺസീവ്ഡ് ദ വാല്യൂ ഓഫ് പോയട്രി ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസേൺ ഓഫ് ദ ക്രിറ്റിക്. അടുത്ത പാരഗ്രാഫ് നോക്കുക. കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് പറയണത്. ലിറ്റററി ക്രിറ്റിസിസത്തിൽ, സാഹിത്യ വിമർശന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വലിയൊരു മേഖലയാണ്. റിച്ചാർഡ്സ് പറയാണ്, ദ ആർട്ടിസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്, കലാകാരൻ ആശയവിനിമയം നടത്തും. ആരോട് നടത്തുക? റീഡേഴ്സിനോട് അല്ലെങ്കിൽ പബ്ലിക്കിനോട്. ചിലപ്പോൾ കോൺഷ്യസ്ലി ബോധപൂർവമായിരിക്കാം, അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ആയിരിക്കാം എന്നാണ് പറയുന്നത്. റിച്ചാർഡ് സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദസ് എങ്ങനെയാണ് റിച്ചാർഡ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് പറയുന്നത്? ആൻ എക്സ്പീരിയൻസ് ഹാസ് ടു ബി ഫോംഡ്, ഒരു അനുഭവം ഉണ്ടാവണം. നോ ഡൗട്ട് ബിഫോർ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, ആ അനുഭവത്തെ പറ്റി യാതൊരു ഡൗട്ടും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബട്ട് ഇറ്റ് ടേക്സ് ഫോം, ഇറ്റ് ഡസ് ലാർജ്ലി ബിക്കോസ് ഇറ്റ് മേ ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. എന്താ പറയുന്നത്? ആൻ എക്സ്പീരിയൻസ് ഹാസ് ടു ബി ഫോംഡ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണം. നോ ഡൗട്ട് ബിഫോർ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, അത് മറ്റൊരാളുമായിട്ട് പറയുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ബട്ട് ഇറ്റ് ടേക്സ് ദ ഫോം ഇറ്റ് ഡസ് ലാർജ്ലി ബിക്കോസ് ഇറ്റ് മേ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. അതിൻ്റെ ഒരു ഫോം കുറച്ചും കൂടെ ഒരു ലാർജ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കണം. കാരണം എന്താ? അത് മറ്റൊരാളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. സോ അതിൻ്റെ ഫോം കുറച്ചും കൂടെ ലാർജാക്കി എടുക്കാം. Thus, communication is not something that happens after creation, but a potential determining factor in the creative process. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത് ക്രിയേഷന് മുമ്പ്, എന്തെങ്കിലും സാധനം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുന്നതല്ല, പക്ഷെ അതൊരു പൊട്ടൻഷ്യലാണ്. ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഡിറ്റർമൈൻ ഫാക്ടർ തന്നെയാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റ് ടെൻഡ് ടു വ്യൂ കമ്മ്യൂണിക്കേഷൻ ആസ് സംതിങ് എക്സ്റ്റീരിയർ, എന്താ പുറമേ ഉള്ള ഒരു സംഭവം മാത്രമാണ്. സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൈമാറുന്നു, ആശയങ്ങൾ കൈമാറുന്നു. അപ്പം എക്സ്റ്റീരിയർ മാത്രമായിട്ടാണ് ആളുകൾ കാണാറ്. അല്ലാതെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സല്ല. എന്തെങ്കിലുമൊക്കെ പറയാൻ എന്താണ് ഇപ്പോഴത്തെ ക്രിയാത്മകതയുടെ ആവശ്യം? അങ്ങനെയാണ് ആളുകൾ എപ്പോഴും ചിന്തിക്കുക. കമ്മ്യൂണിക്കേഷൻ സിമ്പിളാണ്, അത് എക്സ്റ്റീരിയർ പ്രോസസ്സാണ്, വലിയ ക്രിയേറ്റീവിൻ്റെ ആയിട്ടുള്ള കാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് റിച്ചാർഡ് സേസ്, പക്ഷെ റിച്ചാർഡ് പറയുന്നത് അർജ് ടു കമ്മ്യൂണിക്കേറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ ദ മൈൻഡ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. പക്ഷെ റിച്ചാർഡ്സ് പറഞ്ഞത് എന്താ? എല്ലാവരും പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റേണലായി നടക്കുന്ന ഒന്നല്ല, അതിനിപ്പോൾ വലിയ ക്രിയേറ്റീവ് പ്രോസസ്സ് അല്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് തെറ്റാണ്. കാരണം ഒരു സംസാരിക്കുന്ന സ്പീക്കറിൻ്റെ മനസ്സിൽ അർജ്, ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ അത് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അതിന് പ്രാധാന്യമുണ്ടെന്നാണ് റിച്ചാർഡ്സ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. The very says that the urge to communicate is, അത് അണ്ടർലൈൻ ചെയ്യുക, is inherent in the mind of artist. The very fact that an artist chooses to create is the evidence for his unconscious urge. It is true that the artist cannot afford to stop and think of this communication and its effects prior to creation. So the aspect of communication may not occupy the mind of artist at the time of artistic creation. Nevertheless, the innate urge to communicate is there as an unconscious driving force of creation. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല അതിൽ. അപ്പം നമ്മൾ ടി.എസ്. എലിയറ്റ് പറഞ്ഞു, ഐ.എ. റിച്ചാർഡ്സ് പറഞ്ഞു. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആളാണ് ആര്? എഫ്.ആർ. ലീവിസ്. ഫുൾ നെയിം എന്താ? ഫ്രാങ്ക് റേമണ്ട് ലീവിസ്. കാംബ്രിഡ്ജിലാണ് ജനിച്ചത്. ടു ഹാരി ലീവിസ് ആൻഡ് കേറ്റ് സാറ മൂർ, ഇവരാണ് പാരൻസ്. ദെൻ അദ്ദേഹം പഠിക്കാനായിട്ട് കാംബ്രിഡ്ജിൽ പോയി. സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാറിൽ ഹി വർക്ക്ഡ് വിത്ത് ആൻ ആംബുലൻസ് യൂണിറ്റുമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഈ ബിഗാൻ ടീച്ചിങ് അറ്റ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. ദെൻ ഡൗണിങ് കോളേജിൽ അവിടെ ഒരു 30 വർഷം അദ്ദേഹം പഠിപ്പിച്ചു. ആഫ്റ്റർ റിട്ടയർമെൻ്റ് ആയതിനു ശേഷം അദ്ദേഹം ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു, സന്ദർശക പ്രൊഫസറായിരുന്നു. എവിടെ? യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റൾ, യൂണിവേഴ്സിറ്റി ഓഫ് വെയിൽസ്, യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിലൊക്കെ. അദ്ദേഹത്തിൻ്റെ ഫോർമർ സ്റ്റുഡൻറ്റിനെയാണ് അദ്ദേഹം മാരി ചെയ്തത്. എന്താ പേര്? ക്വീനി ഡൊറോത്തി റോത്ത് എന്നായിരുന്നു.
അപ്പോൾ അവരുമായിട്ട് കൂടിച്ചേർന്ന് ക്രിറ്റിസിസത്തിൻ്റെ കുറേ ബുക്കുകളൊക്കെ എഫ്.ആർ. ലൂയിസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരെന്താ? ക്വീനി ഡൊറോത്തി. അവരുമായിട്ട് ചേർന്ന് ക്രിറ്റിസിസത്തിൻ്റെ കുറേ ബുക്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ജനറലി ഒബ്സർവ് ദാറ്റ് ദ ക്രിറ്റിക്കൽ ഓവറി ഓഫ് ലൂയിസ് ക്യാൻ ബി ക്രോണോളജിക്കലി ഡിവൈഡ് എന്ന് പറയുന്നത് ലൂയിസിൻ്റെ ആ ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ കരിയറിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. 4 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് മാർക്ക്ഡ് ബൈ ഹിസ് ബുക്ക്. ആദ്യത്തെ സ്റ്റേജ് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ന്യൂ ബിയറിങ്സ് ഇൻ പോയട്രി ആണ് കേട്ടോ. ആദ്യത്തെ സ്റ്റേജിൽ വരുന്ന ബുക്ക് 1932 ഹി വാസ് മോർ കൺസേൺഡ് വിത്ത് പോയട്രി. ആ കാലഘട്ടത്തിൽ ആദ്യത്തെ സ്റ്റേജിൽ അദ്ദേഹത്തിന് കവിതയോടായിരുന്നു കൂടുതൽ താല്പര്യം. രണ്ടാമത്തെ സ്റ്റേജ് ആയപ്പോൾ അദ്ദേഹം ഫിക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫിക്ഷൻ, അതായത് നോവലുകളിൽ. മൂന്നാമത്തെ സ്റ്റേജിൽ ഹിസ് റൈറ്റിംഗ്സ് ആൻഡ് കൺസേൺസ് വർ ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇഷ്യൂസ്. സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇഷ്യൂസിലായിരുന്നു അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്. നാലാമത്തെ അതുപോലെ ഫൈനൽ സ്റ്റേജിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്സ് ഏതൊക്കെയാണ്? ദ ലിവിങ് പ്രിൻസിപ്പിൾ, ഇംഗ്ലീഷ് ആസ് എ ഡിസിപ്പിൾ ഓഫ് തോട്ട്, വേർഡ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ആർട്ട് ആൻഡ് തോട്ട് ഇൻ ലോറൻസ്, അങ്ങനത്തെ ബുക്കുകളൊക്കെയാണ്. അത് കുറച്ചും കൂടെ എന്തായിരുന്നു? ഫിലോസഫിക്കലായിരുന്നു. നാലാമത്തെ സ്റ്റേജൊക്കെ എത്തിയപ്പോഴേക്ക് അദ്ദേഹം കുറച്ചും കൂടെ ഫിലോസഫിക്കലായി, തത്വശാസ്ത്രപരമായി എന്ന് വേണമെങ്കിൽ പറയാം. ദ ലേറ്റർ നാരോനെസ് ആൻഡ് ഇൻടോളറൻസ് ഓഫ് ഹിസ് അപ്രോച്ച് ഹാസ് മച്ച് ബീൻ ക്രിറ്റിസൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിൽ എന്താണ്? അസഹിഷ്ണുതയാണ് കൂടുതലെന്നും അത് ഇടുങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ക്രിറ്റിസിസം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അടുത്തൊരു ടോപ്പിക്ക് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചറാണ്. എക്കോയിങ് മാത്യു ആർനോൾഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? അവിടെ റൈറ്ററാണ്, മോഡേണിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഹൈലി സീരിയസ് ആയിട്ടുള്ള റൈറ്ററാണ് ആര്? മാത്യു ആർനോൾഡ്. ലൂയിസ് ഇൻസിസ്റ്റഡ് ദാറ്റ് ലിറ്ററേച്ചർ ഷുഡ് ബി എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. Again, like Arnold, Leavis was critical of materialism. അപ്പോൾ മാത്യു ആർനോൾഡിൻ്റെ പോലത്തെ അഭിപ്രായം തന്നെയായിരുന്നു ലൂയിസിന്. അത് ഞാൻ പറഞ്ഞു. ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത് ലൈഫിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതായിരിക്കണം, ജീവിതത്തിൻ്റെ ക്രിറ്റിസിസം പറയുന്നതായിരിക്കണം എന്ത്? സാഹിത്യം എന്ന് പറയുന്നത്. അഗെയിൻ ആർനോൾഡിനെ പോലെ ലൂയിസ് പറയാണ് മെറ്റീരിയലിസത്തിനോട് ആർനോൾഡ് എതിരായിരുന്നു. അതിനോട് ആരും എതിരന്നെയായിരുന്നു? എഫ്.ആർ. ലൂയിസും എതിരന്നെയായിരുന്നു. ആൻഡ് പ്രിസ്ക്രൈബ് ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ടു റിഗെയിൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തിരിച്ചു പിടിക്കാനായിട്ട് സാഹിത്യം പഠിച്ചോളാനാണ് അദ്ദേഹം പറഞ്ഞത്. ഹി ബിലീവ്ഡ് ദാറ്റ്, അദ്ദേഹം വിശ്വസിച്ചു, ലിറ്ററേച്ചർ ആസ് എ ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി. അണ്ടർലൈൻ ചെയ്യാം. എന്താ അദ്ദേഹം പറഞ്ഞേ? സാഹിത്യത്തിന് ഒരു വലിയ ചരിത്രപരമായിട്ടുള്ളതും അതുപോലെ തന്നെ മോറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, അങ്ങനെ മോറൽ പരമായിട്ടുള്ള വലിയൊരു കടമയുണ്ട്. ആരോട്? സമൂഹത്തിനോട്. റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി എന്ന് പറഞ്ഞു. ദ ഗ്രേറ്റ് വർക്ക്സ് എക്സാംപ്ലിഫൈ ദിസ് റെസ്പോൺസിബിലിറ്റി. വലിയ വലിയ വർക്ക്സ് അത്രയും കമ്മിറ്റഡ് ആയിരിക്കണം. എന്തിനോട്? സമൂഹത്തോട്. അതുകൊണ്ട് തന്നെ അത് ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞു. വൺ ഓഫ് ഹിസ്, അദ്ദേഹത്തിൻ്റെ സെമിനൽ കൺസെപ്റ്റ് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആക്ച്വമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ അദ്ദേഹത്തിന് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ്, ഈ ഒരു ഐഡിയ പ്രകാരം എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ആഡ്സ് ഓർ ഡെമോൺസ്ട്രേറ്റ് എ മോറൽ സെൻറ്റിമെൻറ്റ് റാദർ ദാൻ മിയർലി എക്സ്പ്രസിങ് ഇറ്റ് ബൈ മീൻസ് ഓഫ് വേർഡ്സ്. ഒരു നല്ലൊരു വർക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ വാക്കുകൾ കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു മോറലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ഗുണപാഠം അതിന് കൊടുക്കാനായിട്ട് സാധിക്കണം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റിയുടെ യാഥാർത്ഥ്യത്തിൻ്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം അത് എന്നാണ് പറയുന്നത്. എന്ത്? ഗ്രേറ്റ് വർക്ക്. ആർട്ടിസ്റ്റിക് സിൻസിയറിറ്റി ഈസ് റിയലൈസ്ഡ് ഇൻ ദ വർക്ക് ആസ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ വർക്ക്സിലൊക്കെ എന്താ? ഒരു കലയുടെ സിൻസിയാരിറ്റി, സത്യസന്ധത നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതിൻ്റെ ഘടനയിലാണെങ്കിലും മൂവ്മെൻറ്റിലാണെങ്കിലും അത് വെറും വാക്കുകൾ കൊണ്ട് മാത്രം ആകരുത്. ലൂയിസ് ഫേംലി ബിലീവ് ദാറ്റ് ദർ ഈസ് നോ ആസ്തറ്റിക്സ് വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് ടു എത്തിക്സ് ഇൻ ലിറ്ററേച്ചർ. ലൂയിസ് ശക്തമായിട്ട് വിശ്വസിച്ചു സൗന്ദര്യശാസ്ത്രമൊന്നുമില്ല വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് ടു എത്തിക്സ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ എപ്പോഴും പ്രാധാന്യം എന്താ? എത്തിക്സിനാണ്, മോറൽ എന്താ പറയുക, മൂല്യങ്ങൾക്കാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അല്ലാതെ അവിടെ ആസ്തറ്റിക്സിനല്ല പ്രാധാന്യം എന്ന് പറയുന്നു. എത്തിക്സ് ഈസ് അബണ്ടിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് വർക്ക് ഓഫ് ആർട്ട്. എത്തിക്സ്
വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന എത്തിക്സിനാണ് അവിടെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹം കുറ്റപ്പെടുത്തി എന്തിനാ വിക്ടോറിയൻ പോയട്രീനെ ഫോർ സെപ്പറേറ്റിംഗ് തോട്ട് ആൻഡ് ഫീലിങ്സ്. വിക്ടോറിയൻ പോയട്രിയിൽ ചിന്തയും വികാരവും ഫീലിങ്സും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചിരുന്നത്. അതിന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനെ പറ്റി, അതായത് എഫ്.ആർ. ലീവിസിൻ്റെ ലിറ്ററേച്ചറിനെ പറ്റി, സാഹിത്യത്തെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഹിസ് അപ്രീസിയേഷൻ ഓഫ് കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ ഓഫ് 17th and 18th century. കൂടുതൽ താല്പര്യം അദ്ദേഹത്തിന് കൾച്ചർ, എന്താ പറയുക, സംസ്കാരത്തിനാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ 17th and 18th century അങ്ങനെയുള്ള വർക്കുകൾക്കാണ് ആദ്യം പ്രാധാന്യം കൊടുത്തത്. സോ ലൈക്ക് എലിയറ്റിനെ പോലെ അദ്ദേഹം വിശ്വസിച്ചു മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഹാവ് ക്വാളിറ്റീസ് ടു ബി ഇമിറ്റേറ്റഡ് ബൈ ദ മോഡേൺ പോയറ്റ്സ്. എല്ലാവർക്കും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്? മെറ്റാഫിസിക്കൽ പോയറ്റ്സിനാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും തോട്ട്സും ഫീലിങ്സും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ആണ്. ഇപ്പോൾ ജോൺ ഡൺ മെറ്റാഫിസിക്കൽ പോയിറ്റിൻ്റെ ഒക്കെ ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തോട്ട് എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ എലിയറ്റ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എലിയറ്റിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എഫ്.ആർ. ലൂയിസിനും വരുന്നത്. ഇനി അവേർനെസ് ഓഫ് ദ പാസ്റ്റ് വാലിഡേറ്റഡ് ബൈ ദ ലിറ്ററേച്ചർ ഓഫ് ദ പാസ്റ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് വാല്യൂ ഇൻ ദ പ്രസൻറ്റ്. അതും പറഞ്ഞു. പാസ്റ്റിന് എപ്പോഴും പ്രാധാന്യമുണ്ട് എവിടെ? പ്രസൻറ്റിൽ എന്ന് പറഞ്ഞു. ഇനി എഫ്.ആർ. ലൂയിസിൻ്റെ വർക്കായിട്ടുള്ള വിത്ത് ഹിസ് വർക്ക് ദ ഗ്രേറ്റ് ട്രഡീഷൻ, ലീവിസ് വാസ് ഏബിൾ ടു ടേൺ ദ ക്രിറ്റിക്കൽ അറ്റൻഷൻ ടു ദ നോവൽ വിച്ച് വാസ് ഹിതർട്ടോ എൻജോയ്ഡ് എക്സ്ക്ലൂസീവ്ലി ബൈ ദ പോയട്രി ആൻഡ് ഡ്രാമ. ഇൻ ഷോർട്ട്, ലീവിസ് ബിലീവ് ദാറ്റ് ചുരുക്കം പറയുകയാണെങ്കിൽ, കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ലീവിസ് വിശ്വസിച്ചു സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യ പഠനം വുഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മൾ കൂടുതൽ സാഹിത്യ ബുക്കുകൾ വായിക്കുമ്പോൾ, സാഹിത്യത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി, ഗുണം തന്നെ കൂട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇൻ ടെസ്റ്റിംഗ് ടൈംസ് ആൻഡ് ഇൻസിസ്റ്റഡ് ദാറ്റ് ദ ക്ലാസ് ഓഫ് ലിറ്ററേച്ചർ വിച്ച് ഹീ കോൾഡ്, അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് ഓഫ് ലിറ്ററേച്ചറിനെ, സാഹിത്യത്തെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ഗ്രേറ്റ് ട്രഡീഷൻ, വലിയൊരു പാരമ്പര്യം എന്ന് വിളിച്ചു. ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ടു ദ യങ്ങർ ജനറേഷൻ, അത് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തിലൂടെ? ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.